നമ്മൾ ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 12ാമത്തെ വീഡിയോ ആണ് കാണുവാൻ പോകുന്നത്. ശ്ലോകങ്ങൾ 56 മുതൽ 60 വരെ, നാമങ്ങൾ 521 മുതൽ 566 വരെയാണ് ഇന്നത്തെ വീഡിയോയിൽ. 56ാം ശ്ലോകം. അജോ മഹാർഹ സ്വാഭാവ്യോജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാ ത്രിവിക്രമ. അജ, മഹാർഹ, സ്വാഭാവ്യ, ജിതാമിത്ര, പ്രമോദന, ആനന്ദ, നന്ദന, നന്ദ, സത്യധർമ്മ, ത്രിവിക്രമ. ഈ ശ്ലോകത്തിൽ 10 നാമങ്ങൾ വരുന്നു. അജ, ആ എന്ന ശബ്ദത്തിന് വിഷ്ണു എന്നർത്ഥം പറയുന്നു. അതുകൊണ്ട് അജ എന്നാൽ വിഷ്ണുവിൽ നിന്ന് ജന്മമെടുത്തവൻ, പ്രദ്യുമ്നൻ എന്ന് മനസ്സിലാക്കാം. കാമദേവൻ്റെ ഒരു പുനർജന്മമായിട്ടാണ് പ്രദ്യുമ്നനെ പറയുന്നത്. മഹാർഹ, മഹാ എന്നതിന് പൂജ എന്നർത്ഥം പറയുന്നു. അർഹ എന്നാൽ അർഹിക്കുന്നവൻ, അതായത് പൂജ അർഹിക്കുന്നവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. സ്വാഭാവ്യ, സ്വന്തഭാവത്താൽ, മറ്റൊരു ഹേതുവില്ലാതെ ഭവിക്കുന്നവൻ എന്ന് പറയുന്നു. ജിതാമിത്ര, അമിത്രങ്ങളെ, ശത്രുക്കളെ ജയിച്ചവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ശത്രുക്കളെ രണ്ടായി തിരിക്കുന്നു, ആന്തരികവും ബാഹ്യവും. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്നീ 6 ആന്തരിക ശത്രുക്കളായും ഹിരണ്യാക്ഷൻ, രാവണൻ, കംസൻ തുടങ്ങി അനേകം പേർ ബാഹ്യശത്രുക്കളായും പറയുന്നു. ഇവരെയെല്ലാം ജയിച്ചവനാണ്, ജിതാമിത്രനാണ് വിഷ്ണു എന്ന് പറയുന്നു. പ്രമോദന, പ്രമോദം, അതായത് സന്തോഷമുള്ളവനാണ് വിഷ്ണു എന്ന് പറയുന്നു. തന്നെ ധ്യാനിക്കുന്ന ഭക്തന്മാരിലും സന്തോഷമുളവാക്കുന്നവനെന്നും പറയാം. ആനന്ദ, മഹാവിഷ്ണു ആനന്ദ സ്വരൂപനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നന്ദന, നന്ദനൻ എന്നാൽ ആനന്ദിപ്പിക്കുന്നവനെന്ന് അർത്ഥം പറയാം. സ്വയം സന്തോഷവാനും മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവനുമാണ് വിഷ്ണു. നന്ദ, ഈ നാമത്തിന് സമൃദ്ധൻ എന്നർത്ഥം പറയാം. സത്യധർമ്മ, സത്യം ധർമ്മമായിട്ടുള്ളവനെന്നും സത്യവും ധർമ്മവും തമ്മിൽ വേർതിരിക്കുവാനാവാത്തവനെന്നും 2 അർത്ഥം പറയാം. ത്രിവിക്രമ, വാമനരൂപത്തിൽ അവതരിച്ച് 3 കാലടികൾ കൊണ്ട് 3 ലോകങ്ങളെയും അളന്നവനാണ് എന്നതുകൊണ്ട് ത്രിവിക്രമൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 57ാം ശ്ലോകം. മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതാന്തകൃത്. മഹർഷി കപിലാചാര്യ, കൃതജ്ഞ, മേദിനീപതി, ത്രിപദ, ത്രിദശാധ്യക്ഷ, മഹാശൃംഗ, കൃതാന്തകൃത് എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 7 നാമങ്ങൾ. മഹർഷി കപിലാചാര്യ, മഹർഷിയായ കപിലാചാര്യനാണ് വിഷ്ണു എന്ന് പറയുന്നു. വേദങ്ങളെയെല്ലാം പ്രത്യക്ഷപ്പെടുത്തിയ മഹാനായ ഋഷിയാണ് കപിലാചാര്യൻ. സിദ്ധാനാം കപിലോ മുനി എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. കൃതജ്ഞ, കൃത്തിൻ്റെ ജ്ഞാതാവ്, ചെയ്തത് അറിയുന്നവൻ എന്ന ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. മേദിനീപതി, ഭൂമിയുടെ നാഥനാണ്. എന്തുകൊണ്ടെന്നാൽ ഭൂമിയെ വിഷ്ണുപത്നി എന്നാണ് വിളിക്കുന്നത്. വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന ശ്ലോകം ഭൂമിദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളതാണ്. ത്രിപദ, വാമനനായി 3 ചുവട് വച്ചതിനെ ഇവിടെ സൂചിപ്പിക്കുന്നു. അങ്ങനെ മഹത്തായ 3 ചുവടുകൾ വച്ചവനെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ത്രിദശാധ്യക്ഷ, ത്രിദശന്മാർ എന്നാൽ ദേവന്മാരാണ്. അവരുടെ അധ്യക്ഷനാണ് വിഷ്ണു. സുരാധ്യക്ഷ എന്ന നാമം ഓർക്കുക. ത്രിദശകളുടെ, അതായത് ഉണർവ്, ഉറക്കം, സ്വപ്നം എന്നീ 3 ദശകളുടെ അധ്യക്ഷനാണ് എന്നും പറയുന്നു. മഹാശൃംഗ, ശൃംഗമെന്നാൽ കൊമ്പെന്ന് പറയാം. മഹത്തായ കൊമ്പുള്ളവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. പ്രളയകാലത്ത് മത്സ്യരൂപത്തിൽ അവതരിച്ച ഭഗവാന് സകല ബീജങ്ങളെയും സപ്തഋഷികളെയും ജീവജാലങ്ങളെയും വഹിച്ചുകൊണ്ടുപോകുന്ന നൗക കെട്ടാനായി വലിയൊരു കൊമ്പ് ഉണ്ടായിരുന്നു എന്നാണ് മത്സ്യപുരാണത്തിൽ പറയുന്നത്. കൃതാന്തകൃത്, ജഗത്തിൻ്റെ, കൃതത്തിൻ്റെ അന്തം കുറിക്കുന്നവൻ, ചെയ്യുന്നവൻ എന്നൊക്കെ പറയാം. കൃതാന്തൻ എന്നാൽ കാലൻ എന്നും പറയാമത്രേ. അങ്ങനെയുള്ള കാലനെ കൃന്ദനം ചെയ്തവൻ, ഖണ്ഡിച്ചവൻ എന്നും അർത്ഥം പറയുന്നു. 58ാം ശ്ലോകം. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗദീ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര. മഹാവരാഹ, ഗോവിന്ദ, സുഷേണ, കനകാംഗദി, ഗുഹ്യ, ഗഭീര, ഗഹന, ഗുപ്ത, ചക്രഗദാധര. ഇവിടെ 9 നാമങ്ങൾ കാണാം. മഹാവരാഹ, ഭൂമിയെ മുഴുവൻ സമുദ്ധരിക്കാൻ കരുത്തുറ്റ വലിപ്പമുള്ള വരാഹാവതാരത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗോവിന്ദ, ഗോക്കളെ കൊണ്ടും
വേദവാക്യങ്ങളെ കൊണ്ടും പ്രാപ്യനായവനാണ് വിഷ്ണു എന്ന് പറയുന്നു. സുഷേണ, ശോഭനമായ സൈന്യത്തോടു കൂടിയവനെന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കനകാംഗദീ, അംഗദമെന്നാൽ തോൾവള, സ്വർണ തോൾവള ധരിച്ചിരിക്കുന്നവനെന്ന് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. ഗുഹ്യ, ഗൂഢമായി ഹൃദയ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഗഭീര, ജ്ഞാനം, ഐശ്വര്യം, ബലം, വീര്യം എന്നിവ കൊണ്ട് ഗംഭീരനാണ് വിഷ്ണു എന്നതിനാൽ ഗഭീരൻ എന്ന് വിളിക്കുന്നു. ഗഹന, വ്യാഖ്യാനിക്കുവാൻ വിഷമമായവനാണ് വിഷ്ണു. ദുർഗമൻ, ദുർബോധൻ എന്നൊക്കെ പറയുന്നു. ഗുപ്ത, രഹസ്യമയനാണ്, മറിഞ്ഞിരിക്കുന്നവനാണ്, അദൃശ്യനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ചക്രഗദാധര, ചക്രവും ഗദയും ധരിച്ചവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മനസ്തത്വരൂപമാണ് ചക്രമെന്നും ബുദ്ധിതത്വരൂപമാണ് ഗദ എന്നുമാണ് മനസ്സിലാക്കേണ്ടത്. ഇവയെ ലോകരക്ഷയ്ക്കു വേണ്ടി ധരിച്ചിരിക്കുന്നതിനാൽ വിഷ്ണുവിനെ ചക്രഗദാധരൻ എന്ന് പറയാം. 59 ശ്ലോകം. വേദാസ്വാങ്കോചിത കൃഷ്ണോ ദൃഢ സംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഹ. ഇവിടെ 11 നാമങ്ങൾ കാണാൻ കഴിയുന്നു. വേദാ, സ്വാങ്ക, അജിത, കൃഷ്ണ, ദൃഢ, സംഘർഷണോച്യുത, വരുണ, വാരുണ, വൃക്ഷ, പുഷ്കരാക്ഷ, മഹാമനാ എന്നിവയാണ് 11 നാമങ്ങൾ. വേദ, വിധാനം, നിർമ്മാണം ചെയ്യുന്നവൻ, ബ്രഹ്മാവ് എന്നാണ് ഇതിനർത്ഥം. അതായത് ബ്രഹ്മാവും വിഷ്ണുവും ഒന്നു തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്വാങ്ക, സൃഷ്ടിക്കേണ്ട കാര്യത്തിൻ്റെ അംഗം, അവയവം ആയവൻ എന്നാണ് ഇതിനർത്ഥം. അജിത, ഇവിടെ ജയിക്കപ്പെടാത്തവനെന്ന് വിശേഷിപ്പിക്കുന്നു. കൃഷ്ണ, ശ്രീകൃഷ്ണനെയും വ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനെയുമാണ് ഇവിടെ പരാമർശിക്കുന്നത്. രണ്ടും ഒന്നു തന്നെയെന്ന് കാണാം. വ്യാസരൂപായ കൃഷ്ണായ കൃഷ്ണരൂപായ വ്യാസവേ, അല്ലെങ്കിൽ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന ഈ ശ്ലോകത്തിൽ. ദൃഢ, ദൃഢമായ ഉറപ്പോടുകൂടിയവനെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. സംഘർഷണോച്യുത, ഇവിടെ 2 നാമങ്ങളുണ്ടെങ്കിലും ഒരു നാമമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. സംഘർഷണ എന്നും അച്യുത എന്നും 2 നാമങ്ങൾ. സംഘർഷണൻ എന്നതുകൊണ്ട് പ്രളയകാലത്ത്, സംഹാരകാലത്ത് സർവ്വ പ്രജകളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനെന്ന് പറയുന്നു. സ്വന്തം രൂപഭാവങ്ങൾക്ക് ഒരു ച്യുതിയും സംഭവിക്കാത്തവനെന്ന് അച്യുത എന്ന നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. തനിക്ക് ഒട്ടും ച്യുതി സംഭവിക്കാതെ സകലത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ് വിഷ്ണു എന്നാണ് ഈ നാമങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. വരുണ, അഷ്ടദിക്പാലകന്മാരിൽ പടിഞ്ഞാറിൻ്റെ പാലകനാണ് വരുണദേവൻ. അതുകൊണ്ടാണ് അസ്തമയ സൂര്യനെ വരുണൻ എന്ന് പറയുന്നത്. വേദങ്ങളിൽ സ്തുതിക്കപ്പെടുന്ന പ്രധാന ദേവന്മാരിൽ ഒരാളാണ് വരുണൻ. വരുണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. വാരുണ, വരുണൻ്റെ പുത്രനാണ് വാരുണൻ. അഗസ്ത്യനും വസിഷ്ഠനും വാരുണന്മാരാണ്. ഈ 2 പേരും വിഷ്ണു സ്വരൂപന്മാരാണ് എന്ന് പറയുന്നു. വൃക്ഷ, ഒരു വൃക്ഷത്തെപ്പോലെ സ്ഥിരനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നു. പുഷ്കരാക്ഷ, പുഷ്കരമെന്നാൽ താമര, താമരയുടെ പോലെ ഭംഗിയുള്ള കണ്ണുകളോടുകൂടിയവനെന്ന് ഒരിക്കൽ കൂടി വിശേഷിപ്പിക്കുന്നു. മഹാമനാ, ഒരു വലിയ മഹത്തായ മനസ്സിൻ്റെ ഉടമയാണ് വിഷ്ണു എന്ന് പറയുന്നു. സൃഷ്ടി, സ്ഥിതി, ലയ, കർമ്മങ്ങൾ 3 ചെയ്യുവാൻ കഴിവുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമ എന്ന് സൂചിപ്പിക്കുന്നു. 60 ശ്ലോകം. ഭഗവാൻ ഭഗഹാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ. ഇവിടെ 9 നാമങ്ങൾ കാണാനാകും. ഭഗവാൻ, ഭഗഹ, ആനന്ദി, വനമാലി, ഹലായുധ, ആദിത്യ, ജ്യോതിരാദിത്യ, സഹിഷ്ണു, ഗതിസത്തമ എന്നിവയാണ് 9 നാമങ്ങൾ. ഭഗവാൻ, ഭഗമെന്നാൽ സമഗ്രമായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളാണ്. അങ്ങനെ ഭഗമുള്ളവനാണ് വിഷ്ണു എന്ന് കാണാം. ഭഗഹ, ഭഗത്തെ ഹനിക്കുന്നവൻ എന്ന് പറയുന്നു. പ്രളയകാലത്ത് ഈ 6 ഗുണങ്ങളെയും ഇല്ലാതാക്കുന്നവനെന്ന് അർത്ഥം പറയാം. ആനന്ദി, ആനന്ദസ്വരൂപനാണ് ഭഗവാൻ വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. വനമാലി, വനമാല ധരിച്ചവനെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. പഞ്ചഭൂത തന്മാത്രകളായ വൈജയന്തി എന്ന മാല ധരിക്കുന്നവനാണ് വിഷ്ണു. അതുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യർ വനമാലി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹലായുധ,
ശ്രീകൃഷ്ണനും ബലരാമനും വിഷ്ണുവിൻ്റെ തന്നെ അവതാരങ്ങളായിട്ടാണല്ലോ പറയുന്നത്. ബലരാമൻ്റെ ആയുധം ഹലം അല്ലെങ്കിൽ കലപ്പയാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ കലപ്പയേന്തിയ ബലരാമനും വിഷ്ണു തന്നെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദിത്യ, അതിഥിയുടെ പുത്രനായ വാമനനാണല്ലോ വിഷ്ണു. അതിഥിയുടെ പുത്രന്മാരെ ആദിത്യന്മാർ എന്ന് പറയുന്നു. ജ്യോതിരാദിത്യ, സൂര്യമണ്ഡലത്തിൽ ജ്യോതിസായി തിളങ്ങി നിൽക്കുന്നവൻ വിഷ്ണു തന്നെയാണ് എന്നാണ് ഇതിനർത്ഥം. സഹിഷ്ണു, ദ്വന്ദ്വങ്ങളായ ചൂട് തണുപ്പ്, സുഖം ദുഃഖം, ജയം പരാജയം, ലാഭം നഷ്ടം എന്നിവയെ അതിജീവിക്കുന്നവനാണ് മഹാവിഷ്ണു എന്ന് അർത്ഥമാക്കുന്നു. ഗതിസത്തമ, മുമുക്ഷുക്കൾക്ക്, മോക്ഷം ആഗ്രഹിക്കുന്നവർക്ക് പരമമായ ഗതി മഹാവിഷ്ണു തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു. 60-ാം ശ്ലോകവും 566 നാമങ്ങളും കഴിഞ്ഞു. ഇനി നമുക്ക് 5 ശ്ലോകങ്ങൾ ചൊല്ലാം. അജോ മഹാർഹ സ്വാഭാവ്യോജിതാമിത്രപ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമാത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപദസ്ത്രിദശാധ്യക്ഷോ മഹാശൃംഗ കൃതാന്തകൃത് മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗദീ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര വേദാസ്വാങ്കോചിത കൃഷ്ണോ ദൃഢ സംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഃ ഭഗവാൻ ഭഗഹാനന്ദി വനമാലീ ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതിസത്തമ. 61 മുതൽ 65 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.